നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ടാതിഥിയുണ്ട്, സ്വാമി ഭദ്രാനന്ദ. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചില വിചാരങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്വാമിജി, അങ്ങേക്ക് സ്വാഗതം. നമസ്തേ. അങ്ങയെക്കുറിച്ച് പൊതുവെ പുറത്തധികം അറിയപ്പെടാത്തൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് അങ്ങയുടെ മുതുമുത്തച്ഛൻ, അമ്മയുടെ മുത്തച്ഛൻ, അദ്ദേഹം ഏറെക്കാലം ശ്രീനാരായണ ഗുരുദേവനെ സംരക്ഷിച്ചിരുന്നു, അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചിരുന്നു, പരിപാലിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നാണിയാശാൻ എന്നാണ് അങ്ങയുടെ മുതുമുത്തച്ഛൻ്റെ പേര് എന്നും കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങേക്ക് ഇതേക്കുറിച്ച് അല്പം എന്തെങ്കിലും വിവരം നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അരിയപ്പുറത്തെത്തുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നീലകണ്ഠനാണ്. അപ്പോൾ അരിയപ്പുറത്തിൻ്റെ പ്രകൃതി, ആ ഒരു ഭൂപ്രകൃതിയും ആ മനോഹരമായ ഇതൊക്കെ വർണ്ണിക്കുന്നതിലും അപ്പുറമായിരുന്നു ആ കാലത്ത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഗുരു സുഹൃത്തിനോട് പറഞ്ഞു, എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് പ്രകൃതിയോട് ചേർന്ന് നിൽക്കണം. കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ കൂടുതൽ ഉണർത്താനും വളർത്താനും പ്രകൃതിക്കേ സാധിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ നമ്മളുടെ ആത്മീയ വളർച്ച പ്രകൃതിയിലൂടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു, തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീലകണ്ഠൻ ആയിട്ട് വാക്ക് തർക്കമായി. ഇല്ല, എനിക്ക് വീട്ടിൽ സമാധാനം പറയേണ്ടി വരും, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അവരുടെ തർക്കത്തിനിടയിലാണ് അന്നത്തെ കാലത്ത് സംസ്കൃത പണ്ഡിതനായിരുന്ന നാണിയാശാൻ, അങ്ങയുടെ മുതുമുത്തച്ഛൻ, അമ്മയുടെ മുത്തച്ഛൻ, അമ്മയുടെ അച്ഛൻ രാമപ്പണിക്കരുടെ അച്ഛൻ. അപ്പോൾ അദ്ദേഹം ഈ തർക്കം കാണുന്നു. അപ്പോൾ ഗുരുവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഗുരു ആരാണെന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ കിട്ടി. അദ്ദേഹം അന്നത്തെ അത്രയും ഒരു നല്ലൊരു സ്കോളറായിരുന്നു പുള്ളി. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ സംരക്ഷിച്ചോളാം, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ മുത്തശ്ശൻ്റെയും ഗുരുദേവൻ്റെയും ആ ഒരു ഇത് കണ്ട് അദ്ദേഹം തിരിഞ്ഞുപോയി. ആ സമയം തൊട്ട് കൊടുതൂക്കി മലയിൽ ഒരു താമസിക്കാനുള്ള എല്ലാം ഫെസിലിറ്റി എല്ലാം ചെറിയ പർണശാലയും താമസിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ആക്കി. കാരണം വീട്ടിൽ താമസിക്കില്ല എന്ന് പറഞ്ഞു ഗുരു. അങ്ങനെ അവിടെ പിന്നെ എല്ലാ ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതും ഗുരുവിൻ്റെ കൂടെ തന്നെ. അന്നത്തെ ആദ്യത്തെ ഗ്രഹസ്ഥ ശിഷ്യൻ, ഇത് ചരിത്രത്തിലുണ്ട് ആ പേര്, നാണിയാശാൻ ആദ്യത്തെ ഗ്രഹസ്ഥ ശിഷ്യനായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അന്നത്തെ സമയത്ത് ആദ്യം ഏറ്റവും വലിയ ഇന്ത്യയിലെ ചരിത്രമായ വർഗീയതയ്ക്കെതിരെയുള്ള ആദ്യത്തെ പോരാട്ടം, ശിവലിംഗ പ്രതിഷ്ഠ അരിയപ്പുറത്ത് നടത്തുന്നത് ഇവർ രണ്ടുപേരും കൂടെയാണ്. ആ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത്, നിർമ്മിച്ചു കഴിഞ്ഞാൽ വിഗ്രഹം ഗുരു ശങ്കരൻകുഴിയിൽ നിന്ന് എടുത്ത് അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ 1000 സൂര്യൻ ഉദിച്ച പ്രകാശമായിരുന്നു എന്നാണ് അന്നത്തെ കാലത്ത് ആൾക്കാർ അവിടെ പറഞ്ഞിരുന്നത്. ആ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ ഒരു ക്ഷേത്രം കെട്ടണമല്ലോ, എന്ത് ചെയ്യുമെന്ന് നാണിയാശാനോട് ഉള്ള സംസാരം ഉണ്ടായിരുന്നു. നാണിയാശാൻ പറഞ്ഞു, ക്ഷേത്രം വേണം, എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു അപ്പോൾ പറഞ്ഞു, അതിനൊരാൾ വരും എന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. ഇത് പണിതെല്ലാം കഴിഞ്ഞിട്ട് ഗുരു പറഞ്ഞു, ദക്ഷിണ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു, ഈ കർമ്മം ചെയ്യുന്ന ദക്ഷിണ. അപ്പോൾ നാണിയാശാൻ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആൾ അപ്രതീക്ഷമായി, ആളവിടെ ഇല്ല അവിടെ. അപ്പം എന്താണ് അദ്ദേഹം ആദ്യമായിട്ട് ചോദിച്ച കൂലിയെന്ന് പറഞ്ഞാൽ, ഞാനിത് പണിത് തരാം, എനിക്ക് മീനും ചോറും തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. മീനും ചോറും അല്ലാതെ വേറൊരു ദക്ഷിണ വാങ്ങിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ ഈ ആൾ എവിടെ പോയി എന്നുള്ളതും ആർക്കും അറിയില്ല. അതും ശിവൻ തന്നെ വേറെ ഇതിൽ വന്നതായിട്ടാണ് അന്നത്തെ കാലത്ത് അവിടുത്തെ വിശ്വാസികളെല്ലാം ധരിച്ചിരുന്നതും അതാണ്. പിന്നെ ഗുരു സനാതനധർമ്മത്തിൻ്റെ പ്രചാരണവുമായി പല സ്ഥലങ്ങളിലേക്ക് ഗുരു നീങ്ങി. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം അവിടെ. പിന്നെ മരിക്കുന്നവരെയും എല്ലാവരും, എൻ്റെ അമ്മയുടെ അച്ഛനായിക്കോട്ടെ, വീട്ടിൽ അത്രയും എല്ലാ ദിവസവും ഗുരുവിൻ്റെ ആ പ്രചരണം തന്നെയാണ് ജീവിതത്തിലൂടെ അവരെല്ലാവരും ആ ഒരു പരമ്പര കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയി. എന്തായാലും അങ്ങേക്ക് അപ്പോൾ ഗുരുദേവനെ സംബന്ധിച്ചും ഗുരുദേവനുമായി ബന്ധപ്പെട്ട
ഇന്നത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിന് പുറത്തും നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അങ്ങേക്കൊരു അധികാരം കൂടിയുണ്ട്. ഈ ഒരു പാരമ്പര്യത്തിൻ്റെ അധികാരം കൂടിയുണ്ട്. അങ്ങ് ഒരു സന്യാസി മാത്രമല്ല, ഈ ഒരു പാരമ്പര്യം കൂടി അങ്ങയെ അതിന് അധികാരപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ചെറിയ ചോദ്യം, അതൊരു വലിയ ചോദ്യമായി പരിണമിക്കുമായിരിക്കും. ഇപ്പോൾ ശിവഗിരിയിൽ നമ്മുടെ ഗുരുദേവൻ ശാരദാ പ്രതിഷ്ഠ നടത്തിയ ഗുരുദേവൻ്റെ തന്നെ ഒരു ശരീരം പോലെയാണ് ശിവഗിരി അല്ലേ? അങ്ങനെ ഉള്ള ശിവഗിരിയിൽ, അദ്ദേഹത്തിൻ്റെ മഹാസമാധി കുടികൊള്ളുന്ന ശിവഗിരിയിൽ ഇപ്പോൾ എല്ലാ മതങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങൾ അവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ ഒരു വലിയൊരു സമ്മേളനം നടന്നു. ശിവഗിരിയിലെ സ്വാമിമാർ അവിടെ പങ്കെടുത്തു. ഗുരുദേവൻ പണ്ട് ആലുവയിൽ നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിലാണ് അത് നടന്നത് വത്തിക്കാനിൽ. അതിനൊക്കെ അതിൻ്റേതായ മഹത്വമുണ്ട്. ഗുരുദേവനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും മഹത്വമുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ അങ്ങേക്ക് ഒരു സന്യാസി എന്ന നിലയ്ക്കും ഈ പാരമ്പര്യം, ഗുരുദേവ ഗൃഹസ്ഥ ശിഷ്യനായ നാണിയാശാൻ്റെ പാരമ്പര്യം പിന്തുടരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരാളെന്ന നിലയ്ക്കും ഒരു സന്യാസി എന്ന നിലയ്ക്കും ഈ എല്ലാ മതങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങൾ ശിവഗിരിയിൽ വരുന്നതിനോട് എന്താണ് അഭിപ്രായം? അങ്ങേക്ക് എന്താണ് അതിൽ തോന്നുന്നത്? ഗുരു അന്ന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പറഞ്ഞു. മതങ്ങളുടെ ഈ പേ പിടിച്ച ചിന്ത അന്നും സമൂഹത്തിൽ വളരെയധികം വ്യാപിച്ചിരുന്ന അവസ്ഥയിലാണ്. അതിന് നമ്മൾ പറയും, ഈ പറയുന്ന പോലെ റിലീജിയസ് റാബീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ റിലീജിയൻ്റെ ഒരു റാബീസാണ്, പേ പിടിച്ച ഒരു രീതിയിൽ. ഇതിൽ നിന്നും മനുഷ്യനെ മുക്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു അങ്ങനെ ഒരു ചിന്ത കൊണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായി, അതുപോലെ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് ഗുരു അന്ന് പറഞ്ഞു? അന്നും ജാതി വെറി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പം സർവമതത്തിൻ്റെ ആരാധനാലയം അവിടെ കൊണ്ടുവരുന്നത് അത് ഇമ്പോസിബിളാണ്. ഒന്നാമത്തെ കാര്യം പോസിബിൾ അല്ലാതെ. കാരണം മതം എന്ന് പറയുന്നത് ഇപ്പം ക്രിസ്ത്യൻ മുസ്ലിം മാത്രമല്ല. ഇവിടെ സിഖിസമുണ്ട്, ജൈനിസമുണ്ട്, ബുദ്ധിസമുണ്ട്, ഇഷ്ടംപോലെ പല തരത്തിലുള്ള വിവിധ മതങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തുമുണ്ട്. അപ്പോൾ ഈ ഗുരുദേവൻ്റെ എന്താണോ ശ്രീനാരായണ ഗുരുദേവൻ അത് അങ്ങനെ തന്നെ ഇരിക്കണമെന്നുള്ളതാണ് അവിടുത്തെ, അതായത് ശ്രീനാരായണീയർ ഇഷ്ടപ്പെടുന്നതും യഥാർത്ഥ ഗുരുഭക്തർ ഇഷ്ടപ്പെടുന്നതും എന്താണോ ശിവഗിരി, എന്താണോ ഗുരു അവസാനിച്ച് നിർത്തിയത് അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്നാണ്. അവിടെ പുതുതായിട്ടൊരു സാധനം കൊണ്ടുവന്ന് ഈ അതിൻ്റെ ആ ഒരു കോൺസെൻട്രേറ്റഡ് സ്പിരിച്വൽ ഫോമിനെ ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെയില്ല. അറ്റ് ദ സെയിം ടൈം എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളുക. ഇപ്പം അവിടെ ഒരു സർവമത കേന്ദ്രം വേണ്ട. അത് കേന്ദ്രം വന്നിട്ട് അതിനകത്തിരിക്കുന്നവർക്ക് ആ ഐഡിയോളജിയുമായിട്ട് ചേരാൻ സാധിച്ചില്ലെങ്കിൽ ഇതിനെന്ത് പ്രസക്തിയുള്ളത്? ഗുരു എന്താണ്? അത് ശ്രീനാരായണ ഗുരുദേവൻ മന്ത്രമാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമായി നാം ഓരോരുത്തരും പ്രവർത്തിച്ചാൽ മതി. അതെ. അപ്പോൾ അവിടെ ഒരു മതത്തിൻ്റെ ആരാധനാലയം അവിടെ കിട്ടുന്നതിൽ യുക്തിയില്ല. മതം എന്ന് പറയുന്നത് ഇപ്പോൾ കാൽമാർക്സ് പറഞ്ഞ പോലെ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. മതമല്ല അവിടെ വേണ്ടത്, അതിനകത്തുള്ള നന്മകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പം ഒരു ആരാധനാലയം ഒരു കേന്ദ്രം കൊണ്ടുവന്നതുകൊണ്ട് ആൾക്കാർ മാറുന്നില്ല. ഇനി അടുത്തൊരു 20 വർഷത്തിനും അപ്പുറം മതങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് തകർന്നു പോകും. ഇന്നത്തെ ന്യൂ ജനറേഷനൊന്നും ഈ മതങ്ങളുടെ പിറകെ പോകുന്നില്ല. പക്ഷേ അവിടെ നമ്മുടെ ശ്രീനാരായണീയരായിട്ടുള്ള ആൾക്കാരും പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ ഒന്ന് ചിന്തിച്ചാൽ, ഇന്നിപ്പോൾ വത്തിക്കാനിൽ പോയി, നല്ല കാര്യമാണ്. അവിടുന്ന് നമ്മളുടെ ഇത് മനസ്സിലാക്കാനുള്ള ഒരു സ്വീകാര്യത കിട്ടി, വളരെ അഭിമാനിക്കേണ്ട ഇതാണ്. ഇന്നത്തെ കാത്തലിക്സ് എന്ന് പറയുന്നത് കുറച്ച് മുമ്പുള്ള അവസ്ഥ പോലെയല്ല. അവർ കുറച്ചുകൂടെ വിശാല മനസ്കരായി മാറിയിരിക്കുന്നു. ഇപ്പം തന്നെ KCBCയിലുള്ളവർ അവരൊക്കെ വളരെ കോഡിയലായിട്ടാണ് എല്ലാവരുമായിട്ട് ഇതാവുന്നത്. അവർ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് അവരുടെ സ്നേഹവും കൊടുക്കൽ വാങ്ങൽ നമ്മുടെ നോളജും. അതുകൊണ്ടാണല്ലോ സംഘവുമായിട്ട് പോലും ഇന്ന് വളരെയധികം കോഡിയൽ. RSS എന്തുകൊണ്ടാണ് കാത്തലിക്സിന് ഇപ്പം മോദിജി പോപ്പിനെ കാണുന്നു? കാരണം ഇവർ ഒരു വണ്ണസ് അദ്വൈത സിദ്ധാന്തത്തിലേക്ക് നീങ്ങുന്നു.
ദ്വൈത സിദ്ധാന്തമായിരുന്നു. അതിൽ നിന്നും അദ്വൈത സിദ്ധാന്തത്തിലേക്കുള്ള ഒരു നീക്കൽ, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ എന്ത് കാര്യം നമ്മൾ ശിവഗിരിയുമായി ചെയ്താൽ ഈഴവരുടെ ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ശ്രീനാരായണീയരുടെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു സ്വത്വമാണ് എല്ലാം അൾട്ടിമേറ്റ്. അവിടെ ഒരു പുതിയ സാധനം അവിടെ വെക്കാനോ അവിടെ നിന്നൊന്ന് എടുക്കാനോ പാടില്ല. അവിടുത്തെ ഏറ്റവും വലിയ അനീതി, അല്ലെങ്കിൽ ഗുരു കരഞ്ഞ, ഗുരുവിൻ്റെ ആത്മീയ കണ്ണുനീർ വീണ ഒരു സംഭവം, എൻ്റെ സഹോദരിമാരാണെന്ന് പറഞ്ഞ് വെച്ചിരുന്ന മരങ്ങളെപ്പോലും അവർ മുറിച്ചു മാറ്റിയ ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് അലിഗേഷൻസ് അതിൻ്റെ ഇതിലുണ്ട്. അതിലുള്ള കുറച്ച് സ്വാമിമാർ എന്ന് വിശേഷിക്കുന്ന ആൾക്കാർ, അതായത് കാവിയിട്ടവർ, അവിടെ ഗുരുവിൻ്റെ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പെരുമാറുന്നതിൻ്റെ ഭാഗമായി കുറേ കേസുകൾ ഇപ്പം നിലനിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഭക്തർക്കിടയിൽ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അവരെ ഒന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല, അവർക്കൊന്നും പറ്റില്ല. അവർ നിയമത്തിനെയും മറികടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാരലായിട്ട് വേറൊരു ട്രസ്റ്റ് ഉണ്ടാക്കി, ഗുരുവിൻ്റെ അവിടുത്തെ ട്രസ്റ്റിൽ നിന്ന് ഫണ്ട് ഇങ്ങോട്ട് മാറ്റി അതിൽ നിന്ന് എടുക്കുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച്, അതുപോലെ തന്നെ അർഹതയില്ലാത്ത ചില ആൾക്കാർക്ക് അവിടെ സ്കൂളിൽ ജോലി കൊടുക്കുന്നു, പ്രോപ്പറായിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, CBSE സ്കൂൾ പഠിപ്പിക്കാൻ യോഗ്യത അല്ലാത്ത ആൾക്കാർക്ക് ജോലി കൊടുത്തതിൻ്റെ പേരിൽ. പിന്നെ പലതരം, ശ്രീനാരായണ ഗുരുദേവൻ ശങ്കരൻ കുഴിയിൽ നിന്ന് ശിവലിംഗം മുങ്ങിയെടുത്ത് ഇതിനകത്ത് തന്നെ ഡ്രെയിനേജ് കൊണ്ട് കണക്ട് ചെയ്ത അരിയുപ്പുറത്തെ സാന്ദ്രാനന്ദ എന്ന് പറയുന്ന മറ്റൊരു മഠാധിപതി അവിടെ ഇരിക്കുന്നവർ ചെയ്തതിൻ്റെ പേരിലുള്ള പ്രശ്നം. അപ്പോൾ ഇതുപോലുള്ള ഓരോ വേദനകൾ നമ്മുടെ ഗുരുഭക്തർ വളരെയധികം പ്രതികരിക്കാൻ സാധിക്കാത്തതും, അതിൻ്റെ പേരിൽ പലരും പ്രതികരിച്ച് ഇങ്ങനെ ഒരുപാട് പൊട്ടിത്തെറികൾ ഇപ്പം നടക്കുകയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറമായി ഇത് മാറാൻ പാടില്ല. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അതിനൊരു ക്ലാരിറ്റി വരുത്തണം. ഇപ്പം നമ്മളൊരു കാവി ധരിച്ചത് കൊണ്ട് നമ്മൾ സന്യാസിയാകുന്നില്ല. ശിവഗിരിയുടെ ഭാഗമായി നമ്മൾ അതിനകത്ത് ഇപ്പോൾ പല സന്യാസിമാരുടെയും സന്യാസ പരമ്പര നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര പേർ അതിനകത്ത് യോഗ്യരായിട്ടുള്ളതൊന്നും അല്ല. ഇപ്പോൾ സൂക്ഷ്മാനന്ദ സ്വാമി വളരെയധികം, അതായത് ശാശ്വതീകാനന്ദ സ്വാമിയുടെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു. അതുപോലെ അതിനകത്ത് വന്ന ഒരുപാട് സ്വാമിമാരുണ്ട്. അദ്ദേഹം ഈ സൂക്ഷ്മാനന്ദ സ്വാമി ഇപ്പം കിളിമാനൂരിൽ എങ്ങോട്ട് ഒരു ആശ്രമം കെട്ടി വളരെ ഒതുങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു നേച്ചറാണ്. അദ്ദേഹം കൂടുതലും ഈ ധ്യാനത്തിലും, അതായത് മെഡിറ്റേഷനും അങ്ങനത്തെയൊക്കെ കാര്യത്തിലാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത്. സ്വാമി അത്രയും ഒരു ജെന്യൂനായിട്ടുള്ള ഒരു വളരെ നോളജുള്ള ഒരു വ്യക്തിത്വമാണ്. പിന്നെ അതുപോലെ ഓരോ സ്വാമിമാരെടുത്താലും വളരെ നല്ല സാത്വികരായിട്ടുള്ള ഗുരുദർശനം പ്രചരിപ്പിക്കുന്ന പല ആൾക്കാരുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്തും ചില ചിന്തകൾ, വിരുദ്ധ ചിന്തകളായിട്ടുള്ളവരുണ്ട്, ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യനിൽ നിന്നും സമൂഹത്തിൽ നിന്നും വന്നെത്തുന്നവരാണ് അതിനകത്തോട്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പം സൂക്ഷ്മാനന്ദ സ്വാമിയെ പോലെ തന്നെ ഈ സുഹൃദാനന്ദ സ്വാമി അതിനകത്തൊരു റിബലായിരുന്നു. അദ്ദേഹമാണ് അതിനകത്ത് നടന്ന പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ കേസ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ എത്തിയതാണ്. അദ്ദേഹം ഒരു പഴയ, അതായത് നമ്മുടെ ഒരു തഹസിൽദാറായിട്ട് റിട്ടയർഡായിട്ട് അവിടെ ദീക്ഷ കിട്ടി സന്യാസിയായി വന്നതാണ്. അദ്ദേഹമാണ് അവിടുത്തെ പലതും ആദ്യം വെളിയിൽ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം ഇതല്ല ശിവഗിരി എന്ന് പറയുന്ന സാധനം. നമുക്ക് വേണ്ടത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ശുദ്ധി വരുത്താനും മനുഷ്യനെ ആത്മീയ തലത്തിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ്, അതിൻ്റെ ഒരു സെൻറ്ററായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതായത് സൂക്ഷ്മ ശരീരത്തെ പറ്റി ലോകത്ത് ഈ അവസാനം പറഞ്ഞു നിർത്തിയത് പോലും, അല്ലെങ്കിൽ ഏറ്റവും വ്യക്തമായി പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്. അതിനെപ്പറ്റി ഒന്നും ആൾക്കാർ സംസാരിക്കുന്നില്ല. എന്തിനു പറയണം? നമ്മുടെ ആൾക്കാർ, നമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാർ ഗുരുദേവനെ കൈവച്ചില്ലായിരുന്നെങ്കിൽ, ഗുരുദേവൻ്റെ കാര്യങ്ങളെടുത്ത് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിനേക്കാളും മുകളിലെത്താനുള്ള യോഗ്യനായിട്ടുള്ള എന്തുകൊണ്ടും ഒരു ആത്മീയ തേജസ്സാണ് ഗുരുദേവൻ. നമ്മുടെ ആൾക്കാർക്ക് ഗുരുവിൻ്റെ ചിത്രം വെക്കുക, എന്നിട്ട് ഒരു സ്കൂൾ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു മൈക്രോ ഫിനാൻസ് തുടങ്ങുക, അല്ലെങ്കിൽ 4 ചില്ലറ മേടിക്കുക. SNDP എന്ന് വെച്ചാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുകയാണെങ്കിൽ ചിലവർക്കത് ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം, ചിലവർക്കത് സോഡാ നാരങ്ങയുള്ള ദാഹത്തിന് പരിഹാരം, ചിലവർക്കാണ് ഗുരുഭക്തർക്കായിക്കോട്ടെ അത് സർവ്വ നരക ദുരിത ഭണ്ഡാരം എന്നുള്ള രീതിയിൽ അത് പോവുകയാണ്. അതിലേക്ക് വരാം.
അതിനു മുമ്പ് അങ്ങ് പറഞ്ഞതുപോലെ ഈ ശിവഗിരി ഒരു ആത്മീയ കേന്ദ്രം, മതാതീത ആത്മീയ കേന്ദ്രം എന്നാണ് പൊതുവേ അത് അറിയപ്പെടുന്നത്. അപ്പോൾ മതങ്ങളിലെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറയുന്നത് പോലെ നിർമ്മിതികൾക്കപ്പുറത്തേക്ക്, ഈ ഭൗതികമായ നിർമ്മിതികൾക്കപ്പുറത്തേക്ക് ആത്മീയമായ നിർമ്മിതിക്ക് ശിവഗിരി കേന്ദ്രമായി മാറട്ടെ എന്നാണ് അങ്ങ് പറഞ്ഞതിൻ്റെ സാരം. അത് നമ്മൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളേണ്ടതാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും അത് ഒരു വലിയ പാഠമാണ്. ഞാൻ അങ്ങ് SNDPയുടെ കാര്യം പറഞ്ഞു, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ SNDP ഗുരുദേവൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ സംഘടനയാണ്, അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ SNDPയുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു ഗതിയും ഒക്കെ കാണുമ്പോൾ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പലരും വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ, നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു നായാടി മുതൽ നമ്പൂതിരി വരെ ഒരുമിക്കണം എന്ന്. തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ജാതിരഹിതമായൊരു സമൂഹം ആവശ്യമാണ് ഈ പരിഷ്കൃത ലോകത്ത്. അതിനാണ് പ്രസക്തി. അത് 100 വർഷം മുമ്പ് മുന്നിൽ കണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെ. അപ്പോൾ കാലം മുന്നോട്ടാണല്ലോ പോകുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറയുന്നു നായാടി മുതൽ ആ നമ്പൂതിരിയുടെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടെ ചേർത്തു. നമ്പൂതിരിയെ കളഞ്ഞില്ലെന്ന് തോന്നുന്നു, ഇതിനകത്ത് തന്നെ നിർത്തിയിട്ടുണ്ടാവും. നായാടി മുതൽ നസ്രാണി വരെ എന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അത് കേരളത്തിനുള്ളിൽ വെച്ചല്ല പറഞ്ഞത്, കേരളത്തിന് പുറത്ത് വെച്ചാണ് പറഞ്ഞത്. അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. അതൊക്കെ ഇന്നിപ്പോൾ പലയിടത്തും ചർച്ചയായി കഴിഞ്ഞു. എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി പറയാനുള്ളതാണോ ഇത്, അല്ലെങ്കിൽ അദ്ദേഹം ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, ശരിയുണ്ടോ? എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം? ഗുരുദേവൻ എന്ത് ചെയ്യരുതെന്ന് പഠിപ്പിച്ചോ അത് തന്നെ ചെയ്ത് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വികട ഗുരുവാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ പ്രായം കൊണ്ടും ഇത്രയും ഇതായതുകൊണ്ടാണ് നമ്മളുടെയൊക്കെ ആ ഒരു പഴയ സ്വഭാവം അനുസരിച്ച് ഇടിച്ച് കൂമ്പ് വാട്ടുക എന്ന് പറയും. അങ്ങനെ ഇടിക്കാൻ ഇദ്ദേഹത്തിനെ ചെന്ന് ഒന്നാമതേ ഇടിച്ച ചത്തുവും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മാറ്റി നിർത്താൻ ഗുരുഭക്തരായിട്ടുള്ളവരാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇയാൾ ഈ സമുദായത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ വെച്ച് വിറ്റ് ജീവിച്ച് ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യരുതെന്ന് പറയുമോ അത് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തി രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹം ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പോലും യഥാർത്ഥ ശ്രീനാരായണീയർ ഉൾക്കൊള്ളില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം മോഷ്ടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കൊള്ളയടിക്കുന്നതിൻ്റെ ഒരു വീതം അവർക്ക് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ശാഖാതലത്തിൽ ഇദ്ദേഹത്തിൻ്റെ എച്ചിൽ വാങ്ങി തിന്നുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് ഗുരു അല്ല വലുത്, നടേശൻ നൽകുന്ന പണമാണ് വലുത്. അതിൽ നിന്നും ഇയാൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ വോട്ട് കൊടുത്തൊരു യൂണിയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ യൂണിയൻ നേതാക്കളെ വോട്ട് ചെയ്തെടുക്കുക. ആ യൂണിയൻ നേതാക്കളാണ് ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഈ ഒരു കോക്കസിൽ നിന്നും എപ്പോഴാണോ ഇവിടുത്തെ, അതായത് ശക്തനായ ഭയരഹിതനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നട്ടലിൻ്റെ ബലം സമൂഹം തിരിച്ചറിയാൻ ഇപ്പം വന്നിരിക്കുന്ന ഏക ഒരു ചാൻസാണ് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഈ അസുരവിത്തിനെ തിരുത്തുക എന്നുള്ളത്. വെള്ളാപ്പള്ളി മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ മകൻ അതിലേറെ ഡേഞ്ചറാണ്. ഈ ഇന്ത്യയിലെ രാജ്യത്തിലെ ധർമ്മപുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന രാഷ്ട്രീയ അവതാരം എന്നറിയപ്പെടുന്ന നരേന്ദ്രമോദിജിയുടെ പ്രസ്ഥാനത്തിൽ അമിത്ഷയുടെ വലതുവശത്ത് പോയി ഇരിക്കാൻ പറ്റുന്ന പരുവത്തിൽ ആക്കിയതും ഈ SNDPയുടെ പേര് പറഞ്ഞുകൊണ്ട് തുഷാർ അവിടെ കയറിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നതാണ്. ഈ തുഷാർ അവിടെ ഇരുന്ന് ചെയ്യുന്നത് എന്താണ്? എത്ര ഈടവർക്ക് ഇവരെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, എത്ര ഗുരുവിൻ്റെ ദർശനം ഇവരുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ദേ ആർ ഡൂയിങ് ബിസിനസ് ഇൻ ദ നെയിം ഓഫ് ശ്രീനാരായണ ഗുരു ആൻഡ് അലോങ് വിത്ത് ദാറ്റ് SNDP. ഇവിടെ ആരും ഇതിനെ റിറ്റാലിയേറ്റ് ചെയ്യാനില്ല. അത്രയും വലിയൊരു നൊട്ടോറിയസ് ഗാങ്ങാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഗുണ്ടാ ഗാങ്ങാണ് ഈ തുഷാറും വെള്ളാപ്പള്ളിയും എന്ന് പറയുന്നത്. ഇവർക്കെതിരെ ഒരു ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരാണ് അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരാണ് ഇന്ത്യയിലുണ്ടെങ്കിൽ ഇവരാദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ബഹുമാനിക്കുന്നവരാണ് ഇതിനകത്തുള്ളെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഈ രണ്ട് പേരെ ഇതിൽ നിന്ന് മാറ്റി നീക്കി നിർത്തുകയാണ്. ഇവരുടെ പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട്
ഇവരെത്ര കൊള്ളയായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇവരെത്ര അനീതിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എതിർത്തത് ആകെ ഒരാളാണ് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഇവർക്കെതിരായിട്ടുള്ളവർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ, കള്ളക്കേസ് കൊടുപ്പിക്കുക, ആക്രമിക്കുക, സെൻട്രൽ സോഴ്സ് ഉപയോഗിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുക, അതുപോലെ തന്നെ ഇതൊന്നും ഗുരുവിനെ ഉൾക്കൊള്ളുന്നവർ ചെയ്യുന്ന പരിപാടിയാണ്. ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് ജാതി ഏറ്റവും കൂടുതൽ പറയുന്നത്, അതാണ് അങ്ങ് തുടങ്ങിയ വിഷയം. അതെ, ജാതി നസ്രാണി വരെ എന്ന് പറഞ്ഞു ജാതിയുടെ പേര് പറഞ്ഞ് ജീവിക്കുന്ന, ജാതിയുടെ പേര് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന ഈ ജീർണിച്ച ജീവിയെ സമൂഹം എങ്ങനെ കൈകാര്യം ചെയ്യണം? ഞാൻ പറഞ്ഞില്ലേ, യങ്സ്റ്റേഴ്സിൻ്റെ ആണെങ്കിൽ അവർ പറയും ഇടിച്ച് കൂമ്പ് പൊട്ടണമെന്ന് പറയും. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പൊളിറ്റിക്കലി, സോഷ്യലി, സ്പിരിച്വലി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ എത്ര പേർ ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നോക്കണം. ഗുരുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ വെള്ളാപ്പള്ളിയെ മാറ്റി നിർത്താൻ വേണ്ടി മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മെറ്റീരിയൽ ഗെയിനിങ് ആണ് അവരുടെ പ്രയോറിറ്റി. ശിവഗിരിയിലെ സന്യാസിമാർ അത്രയും സ്ട്രോങ് ആണ്, ഗുരുഭക്തരാണ്, യഥാർത്ഥ ഗുരുവിനെ ഉൾക്കൊള്ളുന്നവരാണ് ശിവഗിരിയിൽ ഇരിക്കുന്നവരെങ്കിൽ വെള്ളാപ്പള്ളി ചെയ്യുന്നതിനെ അവർ എതിർക്കും. കാരണം ഒരു സന്യാസി എന്ന് പറയുന്നത് സമൂഹത്തിൽ സമൂഹത്തെ അവൻ്റെ ശരീരമായി കാണേണ്ടവനാണ്. സ്വന്തം ശരീരവും സമൂഹവും ഒന്നായി കാണുന്നവനാണ്. സമൂഹത്തിൽ ഒരു ദോഷമുണ്ട്, ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും ദൂരീകരിക്കാനുള്ള മനസ്സുള്ളവനാണ് സന്യാസി. അടുത്ത ഒരു കാവിയിട്ടാൽ സന്യാസിയാവില്ല. നിർഭയത്വം, എൻ്റെ സ്ഥാനം പോകുമോ, എൻ്റെ പണം പോകുമോ, എൻ്റെ ആരോഗ്യം പോകുമോ, എൻ്റെ ആയുസ് പോകുമോ എന്നുള്ള ചിന്തകൾ ഒരിക്കലും ഒരു സന്യാസിക്ക് ഉണ്ടാവാൻ പാടില്ല. അതെ, അങ്ങനെ അത് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ്. ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ലോകത്ത് വിപ്ലവം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അതെ, ശ്രീനാരായണ ഗുരുവിനെ പോലെ ഇത്രയും വലിയ റെവല്യൂഷണറിയെ പിന്നെ കണെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് പോകണം. ഈ ശ്രീനാരായണ ഗുരു മന്ത്രമാണെങ്കിൽ എൻ്റെ വ്യാഖ്യാനമായി പ്രവർത്തിക്കേണ്ട സന്യാസിമാർ ആരെ സുഖിപ്പിക്കാനാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം വെള്ളാപ്പള്ളി നടേശനെ ഭയക്കുന്നത് എന്തിന്? വെള്ളാപ്പള്ളി, വാട്ട് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ? ഹി ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ് ഫോർ ദ സൊസൈറ്റി. ഹി ഈസ് ജസ്റ്റ് മിൻറ്റിങ് മണി ലൈക്ക് ഹെൽ. അദ്ദേഹത്തിന് പണം വേണം. പിന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സാധനം പിടിച്ചു നിർത്തണം. കാരണം കേന്ദ്രത്തിലോട്ട് ഒരു പാലം സംസ്ഥാനത്തിലോട്ടും ഇട്ടിരിക്കുന്നത്. മോനെ കൊണ്ട് കേന്ദ്ര പാലം നിർമ്മിച്ചു, അച്ഛൻ സംസ്ഥാന പാലം. ഇപ്പം തന്നെ CPM-നും അഗൻസ്റ്റായിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മൈസൂർ വെച്ച് നടന്നത് നമ്മൾ കാണുന്നതാണ്. എല്ലാ തരത്തിലുള്ള പാർട്ടിയുടെ ലൈക്ക് നമ്മുടെ ഇതില്ലേ സമ്മേളനങ്ങളും BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എല്ലാം ഇവിടെ നടത്തുന്നു. അതെ, പക്ഷെ അദ്ദേഹം എന്തിന് ಯಾಕೆ ಅವರು ಅಲ್ಲಿ ಹೋಗಿದ್ದು? ಮೈಸೂರಲ್ಲಿ ಏನು ಕೆಲಸ ಇದೆ ಅವ್ರಿಗೇನು ಕೆಲಸ ಇಲ್ಲ. ಅಲ್ಲಿ ಒಂದೇ ಒಂದು ಡೀಲ್ ಇದೆ. ನೆಕ್ಸ್ಟ್ ಎಲೆಕ್ಷನ್ ಬರೋದಕ್ಕೂ ಮುಂದೆ ಸ್ವಲ್ಪ ದುಡ್ಡು കളക്ട് ಮಾಡಬೇಕು. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത പൈസയെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ ഒപ്പിച്ച ഡീലിനെ പറ്റിയോ ആരെങ്കിലും അന്വേഷിച്ചോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ ടോപ്പിക് ഇവിടെ ഒന്നും നിൽക്കില്ല. ശരിയാണ്. അങ്ങ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശ്രീനാരായണ ഭക്തർ, ശ്രീനാരായണീയർ, സനാതനികൾ ഒക്കെ വളരെ ആഴത്തിൽ ചിന്തിക്കട്ടെ. ഈ ശിവഗിരിയുടെ ഇപ്പോഴത്തെ ഇതിൽ നിന്നൊക്കെ മാറി ശിവഗിരിയുടെ ഔന്നത്യം അതിനിയും ആകാശമുട്ട വളരട്ടെ. ഗുരുദേവൻ്റെ ദർശനങ്ങൾ ലോകം മുഴുവനും വ്യാപിക്കട്ടെ. അതിന് ആഗോള സമ്മതി കിട്ടട്ടെ. തീർച്ചയായിട്ടും അതാണ് മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറഞ്ഞ ആ ഗുരു ലോകത്തിന് വെളിച്ചമായി അങ്ങനെ അങ്ങ് പ്രകാശിക്കട്ടെ. 1 കോടി സൂര്യന്മാരുദിക്കുന്നത് മാതിരി ആ ഗുരു ലോകമെങ്ങും പ്രകാശിച്ച് നിൽക്കട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം, ആശംസിക്കാം, ആഗ്രഹിക്കാം. അതിനുവേണ്ടി എല്ലാവർക്കും, സഹൃദയരായ എല്ലാവർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.